1000 ഉറുപ്പ്യക്ക് വീടും കാറും ഓന്റെ അമ്മായിന്റെ പൂങ്കാവനങ്ങളും ഒക്കെ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കർണാടകയിൽ പോയി കന്നടക്കാരെയും കൂട്ടി ഈ കണ്ട മലയാളികളെ മുഴുവൻ ഊഞ്ഞാലടിച്ച പാണ്ടിക്കരിമ്പാറ. ഒന്നാം സമ്മാനമായ നാസറിന്റെ വീട് കിട്ടിയ സാപ്പി നാസറിന്റെ മകന്റെ സുഹൃത്തല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി വയനാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് 3 ദിവസമായി. എന്തായാലും ഞാൻ നാളെ വയനാട് പോകുന്നുണ്ട്. ഇഞ്ച കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോരണമെന്നുണ്ടെങ്കിൽ ഏത് വ്ളോഗേഴ്സിനും പോരണമെന്നുണ്ടെങ്കിൽ ഇഞ്ച കൂടെ നിങ്ങൾക്ക് പോരാ. കാരണം ഈ സാഫിന്റെ പെരി പോയി കണ്ട് തന്നെ എന്താ ഏതാന്ന് അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ്. 3 ദിവസമായിട്ടും പാണ്ടിക്കരിമ്പാറ വയനാട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിവരം. കുട്ടുമുയലിന് വഴി കാണിക്കാമോ എന്ന് പറഞ്ഞ പോലെ പാണ്ടിക്കരിമ്പാറക്ക് വയനാട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ മലയാളി സമൂഹം. അപ്പൊ ഞാൻ കള്ളനാണ്, ആ ഒരു പേരിലാണ് നിൽക്കുന്നത്. ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചിട്ടുള്ള അന്യം നമ്മൾ പുണ്യാളാന്ന് വിളിക്കുക. കള്ളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ കള്ളന്മാർക്ക് തന്നെ ഒരു നാണക്കേടാവട്ടോ. അന്നെ കള്ളന്നല്ല വിളിക്കേണ്ടത്, അതിന്റെ അപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് വിളിക്കേണ്ടത്. പാണ്ടിക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നാടിന് ചീത്തപ്പേര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരുത്തൻ, ആ നാട്ടുകാരെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നുകയാണ്. ഇതുപോലുള്ള ഒരുത്തൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ നാട്ടുകാർ മുഴുവൻ ഇതുപോലൊരു അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. വല്ലാത്തൊരു ഗതികെട്ട ഒരു നാട്ടുകാരനല്ലേ. ലോകത്ത് എവിടെയും ഒരു നാട്ടുകാർക്കും ഉണ്ടാവില്ല ഇത്രത്തോളം വലിയൊരു ഗതികേട് എന്ന് പറയാം. വല്ലാത്തൊരു കഷ്ടം തന്നെ.